ഹിന്ദുത്വ ബോധം ഉണർത്തുന്നതിന് വേണ്ടി രാമക്ഷേത്ര നിർമ്മാണം എന്ന ആശയം ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്നത്, അദ്വാനി മുന്നോട്ട് വെക്കുന്നത്, അതൊരു വലിയൊരു തീയായിരുന്നു. ആ തീയാണ് ബി.ജെ.പിയുടെ അടിത്തറ ഭാരതത്തിൽ ഇട്ടത് എന്ന സംശയമില്ലാത്ത കാര്യം. തീർച്ചയായും ബി.ജെ.പിയുടെ അടിത്തറ വളർന്നത് മുഴുവൻ ഈ ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നും അദ്വാനി തുടങ്ങി വെച്ച രഥയാത്രയാണ്. അതിനു മുമ്പ് തന്നെ അദ്വാനി പല പ്രസംഗങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് രാമന്റെ ഭൂമിയാണ്, അത് ഞങ്ങൾക്ക് വേണം, രാമന്റെ ഭൂമിയാണ്, അത് രാമന് തന്നെ വേണം, ഞങ്ങൾക്കെന്നല്ല രാമന് തന്നെ വേണം. അദ്വാനിയെ ഈ പറയുന്ന ബി.ജെ.പിയുടെ ചുമതല RSS ഏൽപ്പിക്കുകയുണ്ടായി. അദ്വാനി ഇതിലേക്ക് എത്തിയപ്പോൾ അദ്വാനിക്ക് ആദ്യം മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ബി.ജെ.പി. വളരണമെങ്കിൽ ഇവിടുത്തെ സ്വത്വബോധം വളരണം. രഥയാത്രയിൽ അദ്വാനിയെ ലാലു പ്രസാദ് അവരുടെ പോലീസിനെ കൂടെ തടയിച്ചു, അറസ്റ്റ് ചെയ്തു. സുഷമ സ്വരാജ്, മോദി തുടങ്ങിയ എല്ലാവരെയും വളർത്തിക്കൊണ്ടുവന്നത് അദ്വാനിയുടെ ഒരു തീരുമാനമായിരുന്നു. തമിഴ്നാട് ബി.ജെ.പി. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ബി.ജെ.പിയുടെ തുടക്കം മുതലുള്ള വളർച്ചയിൽ ബി.ജെ.പി. എന്ന പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച ഒരുപാട് നേതാക്കളുണ്ട്. അവരിൽ ഒഴിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരാളാണ് ലാൽകൃഷ്ണ അദ്വാനി എന്ന LK അദ്വാനി. 1927 നവംബർ 8 കറാച്ചിയിൽ ജനിച്ച അദ്വാനി പിന്നീട് ഇന്ത്യയുടെ ഒരു സ്വത്വത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വക്താവായി മാറി. ആ ഒരു രാഷ്ട്രീയ യാത്രയിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. ആ ഒരു ഓർമ്മകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചേട്ടൻ ആ ഒരു ജീവിതം പറയാം. 17ാമത്തെ കറാച്ചിയിൽ, അതായത് അഭിവക്ത ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന കറാച്ചിയിൽ ജനിച്ച അദ്വാനി 17ാമത്തെ വയസ്സിൽ അവിടുത്തെ ഒരു മോഡൽ പ്രൈമറി സ്കൂളിലെ അധ്യാപകനായി ജോയിൻ ചെയ്തു. 17ാമത്തെ വയസ്സിൽ അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പക്ഷെ അത് അധികകാലം നീണ്ടുപോയില്ല എന്നാണ് ചരിത്രം പറയുന്നത്. 41ാമത്തെ വയസ്സിൽ 1941 അദ്ദേഹം RSSൻ്റെ ഭാഗമായി ഈ അധ്യാപന ജീവിതമൊക്കെ ഉപേക്ഷിച്ച് കടന്നുപോയി. അതിനുശേഷം 1947 RSS അദ്ദേഹത്തെ കറാച്ചിയുടെ ചുമതല ഏൽപ്പിച്ചു. 47 എന്ന് പറയാൻ 47ൻ്റെ തുടക്കം കറാച്ചിയുടെ ചുമതല ഏൽപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് വിഭജന കാലഘട്ടമാണ്. RSSൻ്റെ കറാച്ചിയുടെ ചുമതലയിൽ നിൽക്കുന്ന അദ്വാനിക്കോ കുടുംബത്തിനോ അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. സ്വതന്ത്ര ഇന്ത്യയിലേക്ക് അവർ 47 സ്വതന്ത്ര വിഘടന ഈ ഭിന്നിപ്പിച്ചതിൻ്റെ സമയത്ത് അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇവിടെ കടന്നു വന്നിട്ടും അദ്ദേഹം RSSൻ്റെ ഭാഗമായി തന്നെ നിന്നു. രാജസ്ഥാൻ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനം ഉണ്ടായിരുന്നത്. രാജസ്ഥാനിലെ പല മേഖലകളിലും അദ്ദേഹം RSSൻ്റെ പ്രചാരകരായി ദീർഘകാലം യാത്രകൾ ചെയ്തു. പിന്നീടാണ് ജനസംഘത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ദില്ലിയിലേക്ക് എത്തുന്നത്. അവിടെ രാജേന്ദ്ര പ്രസാദ് നമ്പർ 13 റോഡിൽ ഒരു വാടക വീട്ടിൽ അദ്വാനി താമസമായി. ആ വാടക വീട്ടിലെ ജനസംഘത്തിൻ്റെ ഒരു പ്രവർത്തകനും കൂടെ ഉണ്ടായിരുന്നു. അതാണ് അടൽ ബിഹാരി വാജ്പേയി. രണ്ടുപേരും ഒരു റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. ആ കൂട്ടുകെട്ട് പിന്നെ ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ടുപോയി. വാജ്പേയിക്ക് വേണ്ടി പിന്നിൽ നിന്ന് നയിക്കാൻ, വാജ്പേയിയെ മുന്നിൽ നിർത്താനും പിന്നിൽ നിന്ന് നയിച്ചതുമൊക്കെ ഇന്ന് മോദിക്ക് അമിത്ഷാ എങ്ങനെയാണോ അതുപോലെ അതെ, വാജ്പേയിയോളം കിടപിടിക്കാനുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ പോലും വാജ്പേയിയാണ് തന്നെക്കാൾ ജനപ്രിയനെന്ന് തിരിച്ചറിഞ്ഞ അദ്വാനി പലപ്പോഴും വാജ്പേയിയുടെ പിന്നിൽ നിൽക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. 80ൻ്റെ തുടക്കത്തിൽ ഇവർ BJP രൂപീകരിച്ചു. അദ്വാനിയും പിന്നെ അതുപോലെ തന്നെ വാജ്പേയിയും ഒക്കെ ചേർന്ന് 80കളുടെ തുടക്കത്തിൽ BJP രൂപീകരിച്ചു. 84 തിരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്ക് ലഭിച്ചത് 2 സീറ്റുകൾ മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചത്. 2 സീറ്റുകൾ മാത്രം ലോക്സഭയിൽ ഇവർക്ക് കിട്ടി. അതിൽ നിന്ന് പിന്നീട് വാജ്പേയിക്ക് മുന്നിൽ നിർത്തി, വാജ്പേയിയെ നിന്നും മാറ്റി അദ്വാനിയെ ഈ പറയുന്ന BJPയുടെ ചുമതല RSS ഏൽപ്പിക്കുകയുണ്ടായി. അദ്വാനി ഇതിലേക്ക് എത്തിയപ്പോൾ അദ്വാനിക്ക് ആദ്യം മനസ്സിലായ ഒരു കാര്യം, ഇവിടെ BJP വളരണമെങ്കിൽ ഇവിടുത്തെ സ്വത്വബോധം വളരണം, ഹിന്ദു സ്വത്വബോധം വളരണം. എങ്കിൽ മാത്രമേ ഇവിടെ ഈ BJPക്ക് നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടുകളെല്ലാം തന്നെ, ഇതിനോട് താല്പര്യം കാണിക്കുന്നവരെല്ലാം തന്നെ
ഇവിടുത്തെ അതായത് കഴിഞ്ഞ ദീർഘകാലത്തെ വിഘടനത്തിൻ്റെ ഭിന്നിപ്പിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമാക്കിയൊക്കെ മാറ്റിയതിൻ്റെ തിരുശേഷിപ്പുകൾ എന്നല്ല, അതിൻ്റെ ദുസ്വപ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇവിടെ ഭൂരിഭാഗം ജനങ്ങളുമെന്ന് മനസ്സിലാക്കിയ അദ്വാനി അവിടെ നിന്നും തുടങ്ങുകയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്കുള്ള തീകൊളുത്തുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു വാക്കല്ല. രാഷ്ട്രീയത്തിൽ പല നേതാക്കളും പല കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ള ഒന്നാണ് അത്. ചേട്ടാ, അപ്പോൾ 1989 തുടക്കത്തിലാണ് ഹിന്ദുത്വ ബോധം ഉണർത്തുന്നതിന് വേണ്ടി രാമക്ഷേത്ര നിർമ്മാണം എന്ന ആശയം BJP മുന്നോട്ട് വെക്കുന്നത്, അദ്വാനി മുന്നോട്ട് വെക്കുന്നത്. അതൊരു വലിയൊരു തീയായിരുന്നു. ആ തീയാണ് BJPയുടെ അടിത്തറ ഭാരതത്തിലിട്ടത് എന്ന സംശയമില്ലാത്ത കാര്യം. തീർച്ചയായും BJPയുടെ അടിത്തറ വളർന്നത് മുഴുവൻ ഈ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിൽ നിന്നും അദ്വാനി തുടങ്ങി വെച്ച രഥയാത്രയാണ്. അതിനു മുമ്പ് തന്നെ അദ്വാനി പല പ്രസംഗങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രാമജന്മഭൂമി എന്ന് പറഞ്ഞ് അദ്വാനി പറയുന്നുണ്ട്, അത് രാമൻ്റെ ഭൂമിയാണ്, അത് ഞങ്ങൾക്ക് വേണം, രാമൻ്റെ ഭൂമിയാണ്, അത് രാമന് തന്നെ വേണം, ഞങ്ങൾക്കെന്നല്ല രാമന് തന്നെ വേണം എന്ന ഒരു വാക്കുകൾ അതിനു മുമ്പ് തന്നെ പ്രസംഗത്തിൽ പറയുന്നു. 89 ഈ പറയുന്ന സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നുള്ള രഥയാത്ര ആരംഭിച്ചപ്പോൾ തന്നെ പ്രമോദ് മഹാജൻ അദ്ദേഹം മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, അദ്വാനിയുടെ രഥത്തെ തടയാൻ ആർക്കുമാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ രഥത്തെ ബീഹാറിൽ തടഞ്ഞു ലാലു പ്രസാദ് യാദവ്. ടൊയോട്ടയുടെ വണ്ടിയായിരുന്നു. ടൊയോട്ടയുടെ വണ്ടിയെ രാമൻ്റെ രഥത്തിന് തുല്യമാക്കി BJP പണിഞ്ഞെടുത്തു. അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ആ രീതിയിൽ അവർ പണിഞ്ഞെടുത്ത് ഈ വണ്ടിയെയാണ് ബീഹാറിൽ തടഞ്ഞത്. ഇതിലെ അങ്ങോളം ഇങ്ങോളമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ജനങ്ങളിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങി. കാരണം കുറേ കാലം ഇവരുടെയൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരുപാട് ജനങ്ങൾ ഈ പറയുന്ന പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അവരെയും പ്രകോപിപ്പിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അതെ, ഈ 1500കളിലാണ് ബാബറി മസ്ജിദ് സ്ഥാപിക്കപ്പെടുന്നത്. അന്നുണ്ടായിരുന്ന രാമക്ഷേത്രത്തിന്റെ മുകളിലാണ് ഈ ബാബറി മസ്ജിദ് കെട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ആ ഒരു മുഗളന്മാരുടെ ഭരണകാലത്ത് യാതനകളും പീഡനങ്ങളും ഒക്കെ സഹിച്ചു വന്നിരുന്ന ഒരു ജനത, പെട്ടെന്നൊരു നേതാവ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, ആ ഒരു പ്രതീതി ഉണ്ടാക്കാൻ അദ്വാനിക്ക് സാധിച്ചു. തീർച്ചയായും അതിനു മുമ്പ് തന്നെ ഈ രഥയാത്രയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ 86 സീറ്റിലേക്ക്, അതായത് 2ൽ നിന്നും 86ലേക്ക് വളർത്തിയെടുക്കാൻ ഈ VP സിംഗ് സർക്കാരിന് സഹായം വേണ്ടി വന്നു. അതിനുശേഷമാണ് രഥയാത്ര നടക്കുന്നത്. VP സിംഗിൻ്റെ സർക്കാരിന് BJPയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായി. അതിനുശേഷം നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷമാണ് ഈ രഥയാത്ര നടക്കുന്നത്. രഥയാത്രയിൽ അദ്വാനിയെ ലാലു പ്രസാദ് അവരുടെ പോലീസിനെ കൊണ്ട് തടയിച്ചു, അറസ്റ്റ് ചെയ്തു. വലിയ കലാപത്തിലേക്ക് കാര്യം നീങ്ങി. കാരണം ഇതൊരു കുത്തൊഴുക്കായിരുന്നു, അതിനെ ആർക്കും തടയാൻ പറ്റില്ല എന്ന വിശ്വാസത്തിലാണ് ഈ ഹിന്ദു സമൂഹം ഇതിനൊപ്പം അണിനിരന്നത്. കർഷകരുടെ ഒരു വലിയ സംഘവും ഈ രഥയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഏത് വിധേനയും ഈ പറയുന്ന തർക്കമന്ദിരത്തിന് മുന്നിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു രഥയാത്രയുടെ ലക്ഷ്യം. പക്ഷേ അത് തടയപ്പെട്ടു. പിന്നാലെ BJP ഇത് കാല് മാറി. VP സിംഗ് സർക്കാരിൻ്റെ പിന്തുണ അവർ പിൻവലിച്ചു. വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. അതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പിലാണ് BJP ചരിത്രത്തിൽ ആദ്യമായി 100 കടക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് BJPയുടെ ഒരു തേരോട്ടമായിരുന്നു. 92 ഡിസംബർ 6 ഈ തർക്കമന്ദിരം കർഷകർ തകർത്തു. തർക്കമന്ദിരം എന്നേക്കുമായി കർഷകർ തകർത്തു. ഈ തർക്കമന്ദിരം സംബന്ധിച്ച് ഇതിനു മുമ്പും പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. പലരും ഈ തർക്കമന്ദിരത്തിലെ ഇതിൻ്റെ നിർമ്മിതി സംബന്ധിച്ച സംശയങ്ങളും ഇതിൻ്റെ അടിയിലുള്ള ക്ഷേത്രത്തിൻ്റെ പ്രാചീന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 92 ഡിസംബർ 6 കർഷകർ ഇത് തകർക്കുകയും പിന്നീട് ഇങ്ങോട്ട് വ്യാപകമായി കലാപങ്ങൾ അരങ്ങേറുകയുമൊക്കെ ചെയ്യുന്നത്. പിന്നീടാണ് 96
തെരഞ്ഞെടുപ്പ് വരുന്നു. 96 തെരഞ്ഞെടുപ്പിലാണ് BJP ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന കക്ഷിയായി മാറുന്നത്. പക്ഷേ അദ്വാനി അന്ന് മത്സരിച്ചില്ല. അദ്വാനി മത്സരിക്കാത്ത കാരണം അദ്ദേഹത്തിന് ഒരു ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കേസ് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുകയുണ്ടായി. ഈ ഹവാല ഇടപാടിൻ്റെ കേസ് എന്തിനു വെച്ചു കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ തർക്കമന്ദിരം തകർത്തു എന്ന പേരിൽ ഉമാഭാരതിക്കും ഇദ്ദേഹത്തിനുമൊക്കെ എതിരെ CBI കേസ് പ്രഖ്യാപിച്ചായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിനെതിരെ ഹവാല. ഇതെല്ലാം ഈ തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട് പിന്നാലെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. 96 അങ്ങനെ വാജ്പേയി പ്രധാനമന്ത്രിയായി. അതും വാജ്പേയിയെ നിർദ്ദേശിക്കുന്നതും അന്നും LK ആണ് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ആ സർക്കാരിന് 13 ദിവസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് രണ്ട് സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു. ദേവഗൗഡ വന്നു, ഗുജറാൾ വന്നു, പിന്നെ വീണ്ടും വാജ്പേയി അധികാരത്തിൽ വരുന്നു. വാജ്പേയി സർക്കാരിൽ ഇദ്ദേഹം ആദ്യം ആഭ്യന്തരമന്ത്രിയായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായി LK അദ്വാനി മാറി. പിന്നീട് കാർഗിൽ യുദ്ധം നടക്കുന്നു. കാർഗിലിലേക്ക് കടന്നു കയറുന്നു, ഇവിടുന്ന് തിരിച്ചടിക്കുന്നു, അവരെ തുരത്തി ഇവിടെ നിന്ന് ഓടിക്കുന്നു. വാജ്പേയി അന്നേരവും സംയമനം പാലിച്ചതുകൊണ്ട് മാത്രം അന്നും ഈ അദ്വാനിയുടെ ആഗ്രഹം അതിനുള്ളിലേക്ക് കടന്നു പോകണം, LOC കടന്നു പോകണമെന്നാണ്. കാരണം അവരിങ്ങോട്ട് ആക്രമിച്ചിരിക്കുകയാണ്, ഇനി അങ്ങോട്ട് നിൽക്കേണ്ട. വാജ്പേയിക്ക് കുറച്ച് മിതത്വം ഉണ്ടായിരുന്നു. അദ്വാനി പക്ഷേ കുറച്ച് തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന, എപ്പോഴും തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന, അഗ്രസീവായി ഇടപെടുന്ന ഒരാളാണ്. അതിർത്തി കടന്നു പോകണമെന്ന ആഗ്രഹം അദ്വാനിക്ക് ഉണ്ടായിരുന്നു എന്നും ചില ജേണലുകൾ പറയുന്നുണ്ട്. എന്തായാലും കാർഗിൽ ജയിച്ചു. കാർഗിൽ ജയിച്ചപ്പോൾ അമിതമായിട്ടുള്ള പ്രതീക്ഷ BJPക്ക് ഉണ്ടായി. അമിത പ്രതീക്ഷ. അതായത് കാർഗിൽ വാർ ഇന്ത്യ ജയിച്ചിരിക്കുന്നു, ഇന്ത്യ ലൈറ്റനിങ്, ദേശീയത ആളിക്കത്തുമെന്ന്. അതെ BJP പ്രതീക്ഷ. ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു. ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ തിളങ്ങുന്നു എന്നായിരുന്നു BJPയുടെ 2004 തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം. പക്ഷേ BJPയുടെ ഇന്ത്യ തിളങ്ങിയില്ല. ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വരുന്നു. സോണിയാഗാന്ധി മാറി നിന്നു. സോണിയാഗാന്ധി മാറി നിൽക്കാനുള്ള കാരണം അവരുടെ ജന്മനാട് ഇവിടെയല്ല. പൗരത്വവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും. അവർ അധികാരത്തിൽ വന്നാൽ പോലും ഇവിടുത്തെ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അവരെ സ്ഥാനഭ്രഷ്ടയാക്കും. മാത്രമല്ല അതിൻ്റെ പേരിൽ അവർ കേസും വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ അവർ അവരുടെ പാവയായ നിൽക്കുന്ന ഒരാളെ, അവരുടെ കയ്യാളായി നിൽക്കുന്ന പോലെ ഒരാളെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കി മുന്നിൽ നിർത്തി. ഇതിനുശേഷമാണ് അദ്വാനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധം കാണിക്കുന്നത്. അദ്വാനി ഈ തെരഞ്ഞെടുപ്പോടുകൂടി വാജ്പേയി അദ്ദേഹത്തിൻ്റെ സജീവ രാഷ്ട്രീയം വിട്ട് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയി. കാരണം തോൽവിയുടെ ഉത്തരവാദിത്തം വാജ്പേയി ഏറ്റെടുത്തു. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയി. 2004 ശേഷം ഈ ഒരു സർക്കാർ, UPA സർക്കാർ ഇരിക്കവേ പ്രധാന പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് LK അദ്വാനിയായി മാറി. കൂടുതൽ ജനസമ്മതി നേടിയെടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി മതേതരനായി മാറുക എന്നൊരു ചിന്ത അദ്ദേഹത്തിന് എവിടെ നിന്നോ വന്നു കയറി. അദ്ദേഹം 2005 കറാച്ചി സന്ദർശിച്ചപ്പോൾ ജിന്ന മതേതരത്തിൻ്റെ മുഖമാണ് എന്നൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. വിഘടിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ആളാണ് ഈ മുഹമ്മദ് അലി ജിന്ന. ആ ജിന്നയാണ് LK പോയി മതേതരവാദി എന്ന് പ്രഖ്യാപിച്ചത്. ഇവിടുത്തെ ചില നേതാക്കളൊക്കെ നാട്ടുകാർ പോയി പറയുമല്ലോ, മതേതരനാവാൻ വേണ്ടി ചില നേതാക്കൾ പെട്ടെന്നൊരു ദിവസമൊക്കെ വിളിച്ചു പറഞ്ഞാളെ, ഏറ്റവും വലിയ തീവ്രവാദിയൊക്കെ നോക്കിയിട്ട് അയാൾ മതേതരവാദി എന്നൊക്കെ പറഞ്ഞാളെ. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് നേതാവിനും സംഭവിക്കാവുന്ന ഒരു അബദ്ധം LKക്കെന്ന് സംഭവിച്ചു. അദ്ദേഹത്തിന് BJPയുടെ ചുമതലയിൽ നിന്നും മാറ്റപ്പെട്ടു. രാജ്നാഥ് സിംഗ് പാർട്ടിക്ക് അനഭിമുഖനായി. അതെ, രാജ്നാഥ് സിംഗ് അവിടേക്ക് വരികയുമുണ്ടായി. രാജ്യത്തിന്റെ അധ്യക്ഷനായി. അതെ, BJP ദേശീയ അധ്യക്ഷനായി രാജ്നാഥ് സിംഗ് വരികയും ചെയ്തു.
തുടർന്നാണ് 2009 തിരഞ്ഞെടുപ്പ് വരുന്നത്. എന്നിട്ടും RSS LKക്ക് അവസരം കൊടുത്തു. LKക്ക് ഒരു അവസരം കൂടി, അതായത് LK മുൻനിർത്തിക്കൊണ്ട് തന്നെ LK ആണ് പ്രധാനമന്ത്രി എന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയേക്ക് തന്നെ നിർത്തിക്കൊണ്ട് 2009 തിരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ അപ്പോഴും NDAക്ക് വിജയിച്ചു കയറാൻ സാധിച്ചില്ല. തുടർന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി സുഷമ സ്വരാജിനെ കൊണ്ടുവരികയും ഈ പറയുന്ന അദ്വാനി അദ്ദേഹം ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാമെന്ന ചിന്തയിൽ അദ്ദേഹം ഈ തെക്കേ ഇന്ത്യകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം, ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി BJPയെ വളർത്തിക്കൊണ്ടു വരാം എന്നുള്ള പ്രതീക്ഷയുമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. പക്ഷേ 2014 എത്തുന്നതിന് മുമ്പ് തന്നെ 2014 അടുത്ത ഇനിയൊരു ടേം മൻമോഹൻ സിംഗിനെ മുൻനിർത്തി നടത്തിക്കഴിഞ്ഞാൽ, കാര്യം സ്പെക്ട്രം സ്കാം അടക്കം ഇഷ്ടംപോലെ അഴിമതികൾ ആ സർക്കാരിനെതിരെ, രണ്ടാം UPA സർക്കാരിനെതിരെ 2G സ്പെക്ട്രം അടക്കമുള്ള ഒരുപാട് അഴിമതികൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ അഴിമതി നിലനിൽക്കവേ ഇനി ഇങ്ങനെയൊരു മനുഷ്യനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർത്തേണ്ട എന്നൊരു തീരുമാനം UPAക്ക് ഉണ്ടെന്നും UPAയുടെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് വരാൻ പോകുന്നത് എന്ന ഒരു രാഷ്ട്രീയ ചർച്ചയുമൊക്കെ ദില്ലിയിലെന്നല്ല ഇന്ത്യ ഒട്ടാകെ വ്യാപകമായി. RSSും ചിന്തിച്ചു, ഇനി ഒരാളെ മുന്നിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി, ഇങ്ങനെ ഒരാളെ മുൻനിർത്തി, അതായത് അദ്വാനിക്ക് പ്രായം തളർത്തുന്നു, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം, ഇനി അദ്ദേഹം ഈ പാർട്ടിയുടെ ഒരു ഉപദേശ തട്ടിൽ നിൽക്കേണ്ട ഒരാളാണ്. അദ്ദേഹത്തിന് അനുഭവ പരിജ്ഞാനം ഉപയോഗപ്പെടുത്താം, പാർട്ടിയുടെ മുഖമായി പുതിയൊരാളെ കൊണ്ടുവരണമെന്ന് അങ്ങനെയാണ് RSS പ്രാദേശിക തലത്തിലെ ഒരു നേതാവായ നരേന്ദ്രമോദിയെ, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു അദ്വാനിക്ക് നീരസം, അദ്വാനി സംസാരിക്കുന്നില്ല, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ഉണ്ടല്ലോ കിംവദന്തികൾ. പ്രായം എന്ന് പറയുന്നത് വളരെ ഒരു ഫാക്റ്റാണ്. അത് ഓരോ ഘട്ടത്തിലും RSS ചെയ്യുന്നത് ഒരു പ്രവൃത്തിയിലും RSS എന്ന് പറയുന്നത് പോലും RSSൽ വ്യക്തികളെന്ന് പറയുന്നത് എവിടെയുമില്ല, ഇന്ന വ്യക്തി എന്ന് പറയുന്നത് എവിടെയുമില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികൾ ആ സംഘടനയെ നയിച്ചുകൊണ്ടേയിരിക്കും, ആ സംഘടന ഓരോരുത്തരെയും നിയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു വലിയ യൂണിറ്റിയാണ്. ആ യൂണിറ്റി ഓരോരുത്തരെ ഓരോ ചുമതല ഏൽപ്പിക്കും. ചിലപ്പോൾ ഒരാളെ പ്രചാരകനായിട്ട് പല ദേശങ്ങൾ അലഞ്ഞു നടക്കാനായിരിക്കും ഏൽപ്പിക്കുന്നത്. ആ പ്രചാരകൻ അങ്ങനെ തന്നെ ചെയ്യും, അത് അദ്ദേഹത്തിൻ്റെ കർമ്മമാണ്. അതാണ് RSSനെ സംബന്ധിച്ചിടത്തോളം കർമ്മമാണ് ഏറ്റവും വലിയ സംഭവം. അതിനപ്പുറം വ്യക്തി എന്ന് പറയുന്നത് ആ കർമ്മം ചെയ്യാനുള്ള ചുമതലപ്പെട്ട ഒരാൾ മാത്രമാണ്. ആ വ്യക്തി മാറ്റപ്പെട്ടാൽ മറ്റൊരു വ്യക്തിയെ ആ കർമ്മം ചെയ്യാൻ ഏൽപ്പിക്കും. ആ കർമ്മം പൂർത്തിയാക്കുക എന്നതാണ് RSSൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് നരേന്ദ്രമോദിയെ കൊണ്ടുവരുന്നത് 2014 തുടർന്ന് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ബ്ലോഗ് എഴുതിയുണ്ടായി. യെദ്യൂരപ്പയ്ക്കെതിരെ അഴിമതി ആരോപണമുണ്ട്, അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ BJP തയ്യാറാകണം എന്ന് പറഞ്ഞൊരു ബ്ലോഗ് എഴുതിയുണ്ടായി. ഈ ബ്ലോഗ് എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ, ഞാൻ ഓർക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആകെയുള്ള പാർട്ടിയോടുള്ള പരസ്യമായൊരു നിർദ്ദേശം ആയി പുറത്തു വന്നിട്ടുള്ളത്. അല്ലാതെ ഒരിക്കൽ പോലും പാർട്ടിയോട് നീരസം കാണിക്കുന്ന ഒരു അദ്വാനിയെ ഇവർ ഈ പറയുന്ന മോദി ഒതുക്കിക്കളഞ്ഞ അദ്വാനി എന്നൊക്കെ പറയുന്നെങ്കിലും ഈ പറയുന്ന BJPയോടോ RSSനോടോ ഒരു തവണ പോലും നീരസം കാണിച്ചിട്ടുള്ള ഒരു അദ്വാനിയെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ഈ ഒരു ഫീൽഡിൽ എത്തിയ ശേഷം ശേഷമാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗം വിട്ട് LK അദ്വാനി പോയത്. അല്ല, ഈ ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയ നരേന്ദ്രമോദിയെ ആശ്ലേഷിച്ചുകൊണ്ടാണ് LK അദ്വാനി സ്വീകരിക്കുന്നത്. അതൊരു ചിത്രമാണ്. അതൊരു പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ മറ്റേതെങ്കിലും രാഷ്ട്രീയത്തിലോ കാണാൻ സാധിക്കില്ല. തനിക്ക് ബദലായി പാർട്ടി കണ്ടെത്തിയ പുതിയൊരാൾ അയാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ വരുമ്പോൾ പടിയിറങ്ങിക്കൊടുത്ത് അയാളെ പുതിയ സ്ഥാനത്തേക്ക് സന്തോഷത്തോടെ അവരോധിക്കുന്ന അദ്വാനിയുടെ ഒരു ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരുപാട് നേതാക്കളെ അദ്വാനി ഈ മോദിയെ പോലും വളർത്തിക്കൊണ്ടുവന്നത്, രണ്ടാം തട്ടിലെ നേതാക്കളെ സുഷമ സ്വരാജ്, മോദി തുടങ്ങിയ എല്ലാവരെയും വളർത്തിക്കൊണ്ടുവന്നത് അദ്വാനിയുടെ ഒരു തീരുമാനമായിരുന്നു. ഗുജറാത്ത് കലാപത്തിന് ശേഷം ഈ ഒരു കുറച്ചുകൂടെ മിതവാദി ആയതുകൊണ്ടായിരിക്കാം ഒരു പരസ്യവേദിയിൽ തന്നെ
രാജനീതി നടപ്പാക്കണമെന്ന് വാജ്പേയി പറഞ്ഞു. രാജനീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജകൾ സന്തോഷരല്ലെങ്കിൽ രാജാവ് മാറി നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്വാനി പക്ഷേ അത് തടഞ്ഞു. മോദി വീണ്ടും ഗുജറാത്തിൽ തുടർന്നു. ഈ കഥ എടുത്തു വച്ചിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം മോദി അദ്വാനിയുടെ കാലുവാരി എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തു വച്ചത്. മനുഷ്യൻ നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടുകളോളം കടന്നു പോകുന്ന ഒന്നല്ല. നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞ് നമ്മൾ കടന്നു പോകും. നമ്മൾ കടന്നു പോയാലും ഈ കർമ്മം തുടരണം. ഭൂമി തുടരുന്നിടത്തോളം കാലം, മനുഷ്യൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ പ്രവൃത്തികൾ, കർമ്മം എന്ന് പറയുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. RSS അത് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാലഘട്ടത്തിൽ, ഇനി മോദി കഴിഞ്ഞാൽ അടുത്ത ഒരാളെ ഈ ഒരു പദവിയിലേക്ക് അവർ ഏൽപ്പിക്കും. ദീർഘകാലം മാധ്യമങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. 2004 രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയ വാജ്പേയിയെ പിന്നെ ആരും എവിടെയും ഇതായിട്ട് കണ്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ കർമ്മം അദ്ദേഹം പൂർത്തിയാക്കി സന്തോഷത്തോടെ ജീവിക്കുന്നു, സന്തോഷത്തോടെ കടന്നുപോയി. ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോഴും LK അദ്വാനിയെ രണ്ട് സമുദായങ്ങളെ രണ്ടായി തിരിച്ച വിഭജനത്തിൻ്റെ നായകൻ എന്നാണ് LK ഇവിടുത്തെ ചില മാധ്യമങ്ങൾ വിളിക്കാറുള്ളത്. പക്ഷേ ഇവിടുത്തെ സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി വിധി പോലും ഉണ്ട്, ഈ തർക്കം വന്നിടത്ത് ക്ഷേത്രം നിലനിർത്തണമെന്നും. വിധി അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്ഷേത്രം പണിഞ്ഞ് ആ ക്ഷേത്രം BJP അതൊരു ക്ഷേത്രം പണിയുക എന്ന് പറയുന്നത് BJPയുടെ അജണ്ട ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യും. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവർ പറഞ്ഞിരുന്നതെല്ലാം അവർ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ അല്ലെ ഇദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടായ ഒരു സംഗതി, അത് അദ്ദേഹമായിട്ട് ചിന്തിച്ച് കൂട്ടിയെടുത്തതല്ല, അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് വന്നതാണ്. അതായത് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ആവശ്യം അന്ന് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ചരിത്രം അത് പറയുന്നുണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങൾ അവിടെ എല്ലാ കാലത്തും അവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. അതായത് എല്ലാ തെരഞ്ഞെടുപ്പിലും, എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും രാജീവ് ഗാന്ധി ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, നെഹ്റു ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ചരിത്രം ഒരുപാട് പേര് ഇത് അന്ന് 80ൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്വാനിയുടെ ചിന്തയിൽ വന്ന സാധനമല്ലത്. ഇത് അന്ന് തൊട്ടേ രാജ്യം എന്ന് സ്വതന്ത്രമായോ അതിനു മുമ്പും അതിനു ശേഷവും, രാജ്യം സ്വതന്ത്രമായ ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ, എന്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വരെ ഓരോ സ്ഥാനാർത്ഥിയും ഈ രാമക്ഷേത്രം എടുത്ത് മുന്നോട്ട് വെക്കുകയും ഞങ്ങളിവിടെ പണിയുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കൾ ഇത് പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ട്. അവരാരും നടപ്പാക്കിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം അത് നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രവർത്തിക്കെതിരെ എന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ഇറങ്ങി. ഇത് അങ്ങോട്ട് തന്നെ ആക്രമിക്കുമല്ലോ, ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ടും കൊടുക്കുന്നു. ഇതാണ് സംഭവിച്ചത്. മാത്രമല്ല അന്നത്തെ ഒരു കാലഘട്ടത്തിൽ, പിന്നെ അന്നത്തെ ഈ ഒരു വലിയ പ്രത്യേകത, ഇന്നത്തെ പോലെ ചരിത്രത്തെ ഡിജിറ്റലായി രേഖപ്പെടുത്തി കൊണ്ടുവന്നിട്ടില്ല. ചരിത്രത്തെ ഡിജിറ്റലായി രേഖപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അതിൽ കയറി വസ്തുത എന്താണെന്ന് നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്ത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. വേറൊരാൾക്ക് വന്ന് വേറെ എൻ്റെ വസ്തുത, അതായത് ചരിത്രത്തിൻ്റെ പല വശങ്ങൾ, അതായത് നടന്ന കഥയ്ക്ക് പല വശങ്ങളുണ്ട്. ഇവർ നമ്മൾക്ക് പറഞ്ഞു വെച്ച് തന്ന കഥ, അന്നത്തെ കാലത്തെ മാധ്യമങ്ങൾ കോൺഗ്രസിൻ്റെ സർക്കാരിന് വേണ്ടി എഴുതി തന്ന കഥകളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഞാനൊരിക്കൽ പറഞ്ഞല്ലോ, നാഥുറാം വിനായക് ഗോഡ്സെയുടെ അന്നത്തെ ഈ വിധി പ്രസ്താവ സമയത്ത് ഗോഡ്സെ തനിയെയാണ് ഗോഡ്സെക്ക് വേണ്ടി വാദിച്ചത്. ഗോഡ്സെയുടെ അന്നത്തെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ സമ്മതിച്ചില്ല. ഇങ്ങനെ ഒരുപാട് ചരിത്ര കഥകളുണ്ട്. അവരെന്തും നമുക്ക് ഫീഡ് ചെയ്ത് തന്നോ അതുമാത്രമാണ് നമ്മളിപ്പോഴും വിശ്വസിച്ച് പോകുന്നത്. അതിനെല്ലാം അപ്പുറമാണ് ചരിത്രം. അതിനെല്ലാം അപ്പുറം ഈ പറയുന്ന കഥകളിലല്ലേ. കമ്മാര സംഭവം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്. ഒരു കള്ളനെ പിടിച്ച് വലിയ ആളാക്കി മാറ്റുന്നതാണ്. യഥാർത്ഥ സത്യവാനായിട്ടുള്ള മനുഷ്യനെ ഈ കള്ളൻ ചതിച്ച് കൊല്ലുകയും ചെയ്യും. അത് ശരിയാണ്. ചരിത്രം ഒരു വലിയ കള്ളത്തരമാണ്, തട്ടിപ്പാണ്. അപ്പോൾ ഇതാണ് LK ഇപ്പോൾ ഏതാണ്ട് രാഷ്ട്രീയ വനവാസത്തിലാണ്. രാഷ്ട്രീയ വനവാസം എന്നല്ല, അദ്ദേഹത്തെ ജീവിതത്തിലാണ്. വാർദ്ധക്യത്തിൻ്റെ ഇതുണ്ട്. അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്ത് കടന്നുപോയി. നിങ്ങൾ കരുതുന്ന പോലെ ഇനി നാളെ ഈ നരേന്ദ്രമോദിക്ക് പകരം വേറെ ആൾ വരുമ്പം മോദിയെ വെട്ടി അടുത്ത ആളെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു തലക്കെട്ട് എഴുതാം. സോ ആ സ്ഥലം നിങ്ങൾ ഇട്ടേരെ. അപ്പോൾ അതിനെല്ലാം അപ്പുറമാണ് അവരെയൊക്കെ പ്രധാനമന്ത്രിയാക്കുന്ന, ചുമതലകൾ കൊടുക്കുന്ന പ്രസ്ഥാനം, RSS എന്ന് പറയുന്ന സംവിധാനം. എന്തായാലും
LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു രഥയാത്ര BJPയുടെ ജാതകം മാറ്റി എഴുതി. അതുപോലെ തന്നെ BJP ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള മഹാരഥന്മാരെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓർമ്മകൾ നമ്മളും ചെയ്യുന്നത്.